ശ്രീ വി വി രാജേഷ്, നേരത്തെ ശ്രീ ടോം വടക്കം പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ, എന്റെ അക്കൗണ്ടിൽ. നികേഷ്, ഇന്ന് രാവിലെ 9:40 റിപ്പോർട്ടർ ചാനലിൽ ടെലഫോണിക് ഡിസ്കഷനിൽ ഞാനും ബഹുമാനപ്പെട്ട ശ്രീ ടോം വടക്കനും പങ്കെടുത്തിരുന്നു. അഭിലാഷ് മോഹനാണ് ആ ചർച്ച നയിച്ചത്. അവിടെയും അദ്ദേഹം ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, BJPയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ 15 ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. ശ്രീ രാജേഷ്, ഈ കാര്യം നേരത്തെ അറിയാവുന്നത് കൊണ്ടായിരിക്കും ശ്രീ ടോം വടക്കൻ, അദ്ദേഹം AICCയുടെ മാധ്യമ വിഭാഗം തലവൻ കൂടിയാണ്, അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए भी मिल जाएगा. कितने रुपये? രാജേഷ്, ഇത് നരേന്ദ്രമോദിയാണ്. അല്ല, നരേന്ദ്രമോദിയാണത്. നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? പറഞ്ഞോളൂ, എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടാണല്ലോ. അല്ല, ഞാൻ പറയാം, ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചത്. എന്താണ്? ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ 100 ദിവസത്തിനകം നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാമെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശ്രീ ടോം വടക്കൻ, താങ്കളുടെ മറുപടി. 7 നവംബർ 2013 സ്ഥലം കൻകർ, ഛത്തീസ്ഗഡ് ഇലക്ഷൻ റാലിയിലാണ് പറഞ്ഞത്. ഇതിന്റെ വീഡിയോ ആണ് പ്രസന്റ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്യും ഇങ്ങനത്തെ കക്ഷികൾ ഇതിനെ ഡിനൈ ചെയ്താൽ? ഇത് വീഡിയോ പ്രസന്റേഷൻ ആണ്. അതിന് ഉപരി ഒരു അമിത്ഷാന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെന്താ പറയുന്നത്? ജുംലയാണെന്ന്. ജുംല എന്ന് പറയുമ്പോൾ ഒരു ഗിമ്മിക് ആണെന്ന്. ഇലക്ഷൻ ഗിമ്മിക് ആയിരുന്നു. ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ഓഡിയോ വീഡിയോ പ്രസന്റേഷൻ ആണ് ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് എന്ത് തർക്കത്തിലാണ് ശ്രീ രാജേഷ് നിൽക്കുന്നത്? രാവിലെ താങ്കൾ പറഞ്ഞു ബാബ രാംദേവ് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ലല്ല, രാവിലെ താങ്കൾ പറഞ്ഞു ബാബ രാംദേവ് പറഞ്ഞു എന്ന് പറഞ്ഞു. താങ്കളോട് പറഞ്ഞു ബാബ രാംദേവ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ശ്രീ, ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് അവതരിപ്പിച്ചു വാട്സാപ്പിന്റെ ക്ലിപ്പിംഗ് ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലേക്ക് അയച്ചു. കാരണം ജനങ്ങളോട് ഇങ്ങനെ നുണ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ രാജേഷ് എവിടെ ജനങ്ങൾ വിശ്വസിക്കും? ഇതിന്റെ ഉത്തരം ഡൽഹി ഇലക്ഷനിൽ കാണും. ഇവിടെ രാജേഷ്, അതാണ് നേരത്തെ ശ്രീ ടോം വടക്കനും പൊതുവെ എല്ലാ കോൺഗ്രസുകാരും പറയുന്നത്. നിങ്ങൾ ഇന്നലെ വരെ, ഒരുപക്ഷെ കഴിഞ്ഞ 2014 മെയ് മാസം മുതൽ വേണമെങ്കിൽ ഇന്ന് വരെ എന്ന് പറയാം, അമിത്ഷായും നരേന്ദ്രമോദിയും എന്ത് പറഞ്ഞാലും അതെല്ലാവരും വിഴുങ്ങുമായിരുന്നു. നാളെ അതല്ല സ്ഥിതി. ഇന്ത്യ രാജ്യത്തെ നാളെ മുതൽ ഇന്ത്യ നിങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ആ തരത്തിലുള്ള പല വിശകലനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചോദ്യം ചെയ്യാൻ ദില്ലിയിലെ, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്നിരിക്കുന്ന ദില്ലിയിലെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു. നാളെ മുതൽ ഇന്ത്യ മുഴുവൻ നിങ്ങളെ ചോദ്യം ചെയ്യും. ശ്രീ വി വി രാജേഷ്, ഓർത്തുകൊള്ളുക, ഇന്നലെ വരെ വിഴുങ്ങിയ ജനങ്ങളല്ല നാളെ മുതലുള്ളത്. 15 लाख रुपए अकाउंट में क्यों नहीं आ रहे? देखिए, ये जुमला है. किसी के अकाउंट में 15 लाख रुपया कभी नहीं जाता. वो उनको भी मालूम है और आपको भी मालूम है, देश की जनता को भी मालूम है. किसी को कैश कभी नहीं दिया जाता, वो सबको मालूम है. ये भाषण देने का एक तरीका है, एक जुमला. अगर किसी ने ये मान के वोट दे दिया कि मेरे अकाउंट में तो 15 लाख आ रहे हैं, जैसा वो कह रहे हैं, ऐसा कोई नहीं मानता जी. आप बताइए ना, आप मानते हैं? नहीं, मैं तो ये मानता हूँ कि ये चुनावी भाषण में वजन डालने के लिए बोली गई हुई बात है.